അപ്പോൾ നമുക്ക് ഓരോ സോഫ്റ്റ് പൊറോട്ട കഴിച്ചുകൊണ്ട് തുടങ്ങിയാലോ? പൊറോട്ട രാവിലെ കഴിച്ചു, അതുകൊണ്ട് ഇനി കഴിക്കണ്ട. ഇനി കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ കഴിച്ചു. ഓക്കെ, നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ട. ഒരു ചായ കുടിക്കാമല്ലോ? ചായ കുടിക്കാം. ഞങ്ങൾ ഇടുക്കിക്കാരുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും. അതിലൊരു തട്ടുകേടുമില്ല. ഞങ്ങൾ അതുകൊണ്ട് ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബീഫ് കഴിക്കാനുള്ള അവകാശത്തിന് കൂടി വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ കമാൻഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഒരു ചായ മധുരമാകാമല്ലോ? മധുരം കുറച്ച് മതി, ഷുഗറൊന്നുമില്ല, മധുരം വേണ്ട. അപ്പം മധുരം കമ്മിയായിട്ടൊരു ചായ, പിന്നെ ഒരു കട്ടൻ ചായ. ഒപ്പം എന്താണ്, കട്ടനാണോ? അപ്പൊ 2 കട്ടൻ, അതിൽ ഒരെണ്ണം മധുരം കമ്മി. അപ്പോ നമ്മൾ കഴിഞ്ഞ തവണ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടമായിരുന്നു. അപ്പോൾ ആ പ്രചരണം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നല്ല ചൂടത്ത് പ്രചരണം 3ഓ 4ഓ എത്ര റൗണ്ട് പിന്നിട്ടു? നമ്മുടേത് തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു റൗണ്ട് നോക്കിയാൽ തെരഞ്ഞെടുപ്പിന്റെ സാങ്കേതികമായി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നു. നമ്മൾ ഒരു 5-6 വട്ടമെങ്കിലും എല്ലാ സ്ഥലങ്ങളിലൂടെയും എത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ജോയ്സിനെ കണ്ടു പോകുമ്പോൾ ഒരു ഉമ്മ വന്ന് നമ്മളോട് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അത് പിന്നീട് മില്യൺ ഷെയർ ആയിട്ട് ആ ഉമ്മയുടെ പ്രതികരണം പോയി. അതായത് ആ ഉമ്മ ഇടതുപക്ഷത്ത് തന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ജോയ്സിനെ അന്ന് പിന്തുണച്ചതുണ്ട്. അതെ അതെ. അപ്പോ നമ്മളത് ചെറുതോണി വെച്ചാണ് സമരം ചെയ്തിട്ടുള്ള ഉമ്മയാണ്. അപ്പോ ജോയ്സ്, എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ ഈ അവസാന ഘട്ടം എത്തുമ്പോഴുള്ള ആത്മവിശ്വാസം? നമ്മൾ 100% ആത്മവിശ്വാസത്തിലാണ്. അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തെക്കാൾ 10 മടങ്ങ് ആത്മവിശ്വാസത്തിലാണ്. കാരണം കൂടുതൽ ആളുകളെ കണ്ടപ്പോൾ ആളുകളുടെ പിന്തുണ അതനുസരിച്ച് കൂടി വരികയാണ്. കാരണം ആളുകളെ കാണുമ്പോഴാണല്ലോ അവരുടെ മനസ്സിലിരിപ്പ് അറിയുക. ഇപ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം LDF ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ ജോയ്സ്, ഞാൻ ഇന്നലെ നമ്മൾ ചർച്ച സംഘടിപ്പിക്കുന്ന സമയത്ത് നിരവധി വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുന്നണികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ഈ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ വികസന പദ്ധതികൾക്ക് വോട്ട് കൊടുക്കണം എന്നതാണ് UDF ഇന്നലെ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. NDAക്കും രൂപതയുടെ ഒരു പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് NDA പറയുന്നുണ്ട്. അങ്ങനെ ഇടുക്കി രൂപത ആർക്കെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല, വികസനത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് 100% ആത്മവിശ്വാസമാണ്. എന്റെയും പോയിന്റ് അത് തന്നെയാണ്. ഇടുക്കിക്കാർ 2 MPമാരുടെ പ്രവർത്തനത്തെ താരതമ്യം ചെയ്ത് കൃത്യമായി വോട്ട് ചെയ്യണം തന്നെയാണ് എനിക്കും മുഴുവൻ സമ്മതിദായകരോടും പറയാനുള്ളത്. അതായത് അതിൽ നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അല്ല, വെല്ലുവിളി ഏറ്റെടുക്കല്ല, അതിനകത്തൊരു വെല്ലുവിളിയുടെ പ്രശ്നമില്ല ഡോക്ടർ അരുൺ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളാണല്ലോ, ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ചോയ്സ് എപ്പോഴും ജനങ്ങളുടേതാണ്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ അവരോട് അപ്പീൽ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2014 മുതൽ 19 വരെ MP ആയിരുന്ന ജോയ്സ് ജോർജിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിങ്ങൾ വിലയിരുത്തണം. നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാണ്, ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം നിലവിലുള്ള പാർലമെന്റ് അംഗം അദ്ദേഹത്തിന്റെയും പ്രവർത്തനങ്ങളെ നിങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തണം. 2 വസ്തുതാപരമായി വിലയിരുത്തണം. ഇടുക്കിയിൽ നിന്ന് ഏത് ജനപ്രതിനിധി പോയാലാണ് വികസനം വരിക എന്നതായി? വികസനം മാത്രമല്ലല്ലോ, ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ വികസനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. MP എന്ന പദവി ഒരു അലങ്കാരമല്ലല്ലോ, അതൊരു ഉത്തരവാദിത്വമാണ്. അതിനപ്പുറത്ത് ഒരു ഭരണഘടനാ പദവിയും അത് ഒരു അധികാരമാണ്. അപ്പോൾ അതിന്റെ സാധ്യതകളെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപെടലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അതിലേക്ക് വരാം ജോയ്സ്. ഇപ്പോൾ ജോയ്സ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി രൂപതയുടെ സഭയുടെ ഒക്കെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ സഭയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. താങ്കൾ മത്സരിക്കാൻ വരുമ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴും ആ പിന്തുണ താങ്കൾക്കുണ്ട് എന്നാണ് ഒരു ഇടതുമുന്നണി പ്രവർത്തകർ അല്പസമയം മുമ്പ് എന്നോട് പറഞ്ഞത്. പക്ഷേ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരള സ്റ്റോറി പോലുള്ള വിവാദങ്ങളൊക്കെ വരുന്നു. സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഏതെങ്കിലും തരത്തിലെ വിജയസാധ്യത കുറയ്ക്കും? എൻ്റെ ചോദ്യത്തിന്റെ ആദ്യത്തിൽ ഇവനൊരു മറുപടി കൂടെ പറഞ്ഞുണ്ടാവാം. എനിക്ക് വ്യക്തിപരമായി MP ആയിരുന്ന ജോയ്സിനെ, പിന്നീട് MP അല്ലാതായിരുന്ന ജോയ്സിനെ, ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ജോയ്സിനെ ഇവിടുത്തെ ഒരു സഭയ്ക്കോ ഒരു സമുദായത്തിനോ മാത്രമല്ല, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സമുദായങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും ഇഷ്ടമാണ്. അവരുടെയൊക്കെ ആളാണ് ഞാൻ. അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. സഭയുടെ സ്ഥാനാർത്ഥിയല്ല, എല്ലാവരുടെയും ആളാണ്, മാത്രമല്ല. അല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ? അപ്പൊ ഞാൻ എല്ലാവരുടെയും ആളാണ്. ഇടുക്കി എന്ന് പറയുന്ന ആ വികാരത്തോടൊപ്പം നിൽക്കുന്ന, ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോൾ മൂവാറ്റുപുഴയും തൊടുപുഴയും കോതമംഗലവും അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ ഏത് ഭാഗത്തും അവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കുക. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കകത്തും 5 വർഷക്കാലം ഇടപെട്ട ഒരാളാണ് ഞാൻ. പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം പരിഹരിച്ചു എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാവരുടെയും ആളാണ്, അല്ലാതെ ഒരാളുടെയോ. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. പല കാരണങ്ങൾ കൊണ്ട് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ താങ്കൾ ഒരു MP എന്ന നിലയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോയാൽ
താങ്കൾ വോട്ടർമാർക്ക് കൊടുക്കുന്ന ഉറപ്പെന്താണ്? വികസനം അവിടെ നിൽക്കട്ടെ, വികസനം ഏതൊരു എം പിക്കും 17-20 കോടിയൊക്കെ നിങ്ങളുടെ ഫണ്ടിൽ കിട്ടുന്നതനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം എന്ത് നിലപാടെടുക്കുമെന്നാണ് നിങ്ങൾ ഉറപ്പ് കൊടുക്കാൻ പോകുന്നത്? അല്ല, ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അതായത് അരുണും ഇവിടെ ഇരുന്ന് ഈ മൈക്കിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലൊരു ഭരണഘടനയുള്ളതുകൊണ്ടും ആ ഭരണഘടന തരുന്ന അതുകൊണ്ടുകൊണ്ടാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഭരണഘടന തരുന്ന അവകാശത്തിന്റെ കീഴിലാണല്ലോ നമ്മളെല്ലാ പൗരാവകാശങ്ങളോടെയും എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും മനുഷ്യൻ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ അന്തസ്സോടെയും ജീവിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം നിലനിർത്തണം. അതിന് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടനയ്ക്കെതിരെ, പ്രത്യേകിച്ച് ഭരണഘടനയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം ഇപ്പം എന്താ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ന്യൂനപക്ഷങ്ങളൊക്കെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെ പൂർണ്ണമായും വേർതിരിച്ച് നിർത്തിയിട്ട് അതിനകത്ത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന ആ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇല്ലാതായി പോകുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടന ഇല്ലാതായി പോയാൽ ഇവിടെ എല്ലാവരും പഴയ സാഹചര്യത്തിലേക്ക് പോകും. നമ്മുടെ എല്ലാ അവകാശാധികാരങ്ങളും ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ ആളുകൾ കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനാ സംവിധാനം, ദളിതർ, ന്യൂനപക്ഷങ്ങൾ, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾ, മറ്റ് ജനവിഭാഗം, ഇവർക്കൊക്കെ എതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വേർതിരിച്ച് ഇടപെടലുകൾക്കെതിരെ കൃത്യവും വ്യക്തവുമായ ആശയ ദൃഢതയിൽ ഉറച്ചു എന്നുള്ള നിലപാട് സ്വീകരിക്കും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ജനങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. ആ വിശ്വാസത്തിന്, ആ ഉറപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഉറപ്പിന് എൻ്റെ ജീവന്റെ വിലയുള്ള ഉറപ്പാണ് കൊടുക്കണം. പക്ഷേ ജോയ്സ്, അത്ര എളുപ്പമല്ല. നിങ്ങളിപ്പോൾ 400 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ BJPയുടെ ഒരു എക്സാജറേറ്റഡ് ഫിഗർ ആണെങ്കിലും അടുത്ത ഒരു തവണ കൂടി BJP അധികാരത്തിലെത്തിയാൽ രാജ്യസഭയിലടക്കം ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘടകമാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാവും, ഭീഷണിയും ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? ഞാൻ ഇന്നലെ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, മത്സരം എന്ന് പറയുന്നത് 2 മാസത്തെ ബുദ്ധിമുട്ടാണ്. ജയിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, ജയിച്ചാൽ ഒരു പക്ഷേ ജയിലിൽ പോലും പോകേണ്ടി വരും. BJP ആണ് അധികാരത്തിൽ വരുന്നതിൽ MP എന്ന നിലയിൽ. കാരണം ഇവിടെ അത്രത്തോളം വലിയ ഒരു ഫാസിസ്റ്റ് സംവിധാനം വരുമ്പോൾ എന്നെ ഇടുക്കിക്കാർ ജയിപ്പിച്ചാൽ ഈ നാടിന്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെയും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ഏതറ്റം വരെയും പോയി, ഞാൻ പറഞ്ഞല്ലോ, ജീവൻ പോലും ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മളതിനെ പട്ടുമെത്തയിലേക്ക് കിടക്കാൻ വേണ്ടിയല്ല താങ്കൾ പോകുന്നത്. ഉറപ്പായിട്ടും അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചുമല്ല പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ്. ഇപ്പോൾ ചൂട്, നിങ്ങൾ പറയുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെതായ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അത് 2 മാസത്തേക്കേ ഉള്ളൂ. പക്ഷെ ജയിച്ചാൽ മുന്നിലുള്ളത് ഇതിനേക്കാൾ തീവ്രമായ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ദുരിതവുമാണെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പം ഇനി എന്ത് പ്രലോഭനം വന്നാലും ഭീഷണി വന്നാലും പല രീതിയിൽ താങ്കളെ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചേക്കാം. ഉദാഹരണത്തിന് നമ്മൾ പലതവണ പറയാറുള്ളത് പോലെ, ഇപ്പോൾ പീരുമേട് MLA കാര്യത്തിലേക്ക് ഒരു സംശയം, നേരത്തെ ദേവികുളം MLA കാര്യത്തിലേക്ക് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു, BJPയിലേക്ക് പോകുമോ ഇല്ലയോ. അപ്പോൾ താങ്കളെ പോലുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും, കഴിഞ്ഞ കാലങ്ങൾ നോക്കിയാൽ CPMന്റെ അടിയുറച്ച ഒരു പാർട്ടി പ്രവർത്തകരൊന്നും ആ കാലഘട്ടത്തിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് BJP പാളയത്തിലേക്ക് അവർ പ്രലോഭനം തന്നാൽ പോകാതിരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചിലർ ചോദിക്കും. അരുണെ, ജോയ്സ് ജോർജിനെ എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്തുകൊണ്ടാണ് 2014 ഒരു വക്കീൽ മാത്രമായിരുന്നു എന്നെ ഇടുക്കിക്കാർ പിടിച്ചുകൊണ്ട് മത്സരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എന്നെ MP ആക്കിയത് എന്തുകൊണ്ടാണ്? അതിനുശേഷം ഞാൻ പരാജയപ്പെട്ടല്ലോ. അതിനുശേഷം വീണ്ടും 5 വർഷം കഴിയുമ്പോൾ എന്നെ തന്നെ ഈ LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം തീരുമാനിച്ചാൽ ഒരാൾ സ്ഥാനാർത്ഥിയാവില്ലോ. എന്നെ ഇടുക്കിക്കാർ കൂടി ആവശ്യമുണ്ടെന്നുള്ള ബോധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്? അത് ജോയിസിന്റെ നിലപാടുകളുള്ളതുകൊണ്ടാണ്, എന്നെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അതിനകത്തൊന്നും നിലപാടിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ CPM പോലൊരു പാർട്ടി എന്നെ പോലെ ഒരാളെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നത്. അതിന്റെ നിലപാടിലുള്ള വിശ്വാസമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരള സ്റ്റോറിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. തീർച്ചയായും ആ ചോദ്യം താങ്കൾക്ക് തിരഞ്ഞെടുപ്പ് പരമായിട്ട് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. ഇടുക്കി രൂപത പോലെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കേണ്ട തീരുമാനമെടുക്കുന്ന ഒരു സഭ എന്ത് സന്ദേശമാണ് കേരളത്തിൽ? അല്ല അരുണെ, ഞാൻ പറഞ്ഞല്ലോ, ഈ അതുപോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായമില്ല. ഓക്കെ, ഈ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ പോകാത്ത പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സഭയിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം നേടാൻ മോദി സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് കഴിയുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ NDAയിലെ പല നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസം ഇടുക്കിയിലടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയൊരു ഒഴുക്ക് NDAയിലേക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാനത് വിശ്വസിക്കത്തില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ആരൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും വിവേകവും തിരിച്ചറിവും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കുഞ്ഞിനെ കുറുക്കൻ്റെ കയ്യിൽ ആരെങ്കിലും ഏൽപ്പിക്കുമോ സൂക്ഷിക്കാൻ? അത് ആ ബോധ്യമൊക്കെ ഞങ്ങൾ കൃഷിക്കാർക്കും ഇടുക്കിക്കാർക്കും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു തരത്തിലുള്ള സംവിധാനവും NDAക്ക് ഇവിടെ ഉണ്ടാകില്ല. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതാണ് ജോയ്സ് ജോർജ് ഇടുക്കിയിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്. നമുക്ക് വല്ല പൊറോട്ടയുടെ ഒരു കഥയിലേക്ക് കൂടി ഒന്ന് പോയാലോ? പൊറോട്ട കഴിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞു അല്ലേ? ജോയ്സ് ജോർജ് പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള നമ്മുടെ അവകാശം സംരക്ഷിക്കുക എന്നതും ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നല്ല ചൂട് പൊറോട്ടയുടെ കുറച്ച് ഭാഗം കഴിച്ചുകൊണ്ട് പൊറോട്ട കഴിക്കാം. ഞാൻ രാവിലെ പൊറോട്ടയല്ല കഴിച്ചത്, ഞാൻ രാവിലെ ദോശയാണ് കഴിച്ചത്. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൂടുള്ള പ്രചരണ പരിപാടിയിലായതുകൊണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലാമർ ഇച്ചിരി കൂടിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായപ്പോൾ? സാധാരണ ചൂട് കൂടുമ്പോൾ ഗ്ലാമർ കുറയേണ്ടതാ. അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അല്ല, അത് ആപേക്ഷികമാണ്. അരുൺ എന്നെ കാണുമ്പോൾ തോന്നുന്നു അല്ലല്ലോ ഇവർക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് ആപേക്ഷികം. മാത്രമല്ല ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ ഗ്ലാമർ. അതെ അതെ അതെ, തീർച്ചയായും ജനങ്ങളുടെ ആവേശമാണ് ഞാൻ അവർക്കൊപ്പം. അതെ അതെ, അത് ഉറപ്പായിട്ടും. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അത് അരുൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ജനങ്ങളിലേക്ക് ഞാൻ 2014 പാർലമെന്റ് ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, പൊറോട്ട അടിക്കാൻ അറിയോ? പൊറോട്ട ഇനി അങ്ങനെ ഞാൻ അടിക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പൊറോട്ട അടിക്കാൻ നോക്കി നൂലപ്പമായിട്ട് അല്ല ഞാൻ ഇപ്പോൾ അങ്ങനെ എന്താണെങ്കിലും വളരെ ഇത് പൊറോട്ട അടിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പൊ പൊറോട്ട അടിക്കുന്നതിന് ഞാൻ എന്തായാലും ഇല്ല. അതിനേക്കാൾ ഗൗരവമുള്ള ജോലി. അപ്പോൾ ഒരു കാര്യം കൂടെ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും അതാണ് ഈ ഇടുക്കിക്കാരുടെ ഒരു ദേശീയ ഭക്ഷണം. അത് ഞാൻ അങ്ങനെ കഴിക്കാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ നാടിന്റെ പൊറോട്ടയും ബീഫും ഞങ്ങൾക്ക് ഇടുക്കിക്കാർക്ക് ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. കൂടാതെ എല്ലും കപ്പ അതിനേക്കാൾ വീക്ക്നെസ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പോത്തും ഇറച്ചിയും അതുമായി ബന്ധപ്പെട്ടു. അതെന്ന് വെച്ചാൽ അവിടെ ഓരോ ജനവിഭാഗങ്ങൾക്കും അവർ കടന്നു വന്ന വഴികളുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നലകളില്ലാതെ ഇന്നില്ലല്ലോ. ഞങ്ങൾ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇത് ഞങ്ങളൊക്കെ നിൽക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറക്കാരായിട്ടാണ്. അപ്പോൾ ഇടുക്കിയിലെ ഇന്ന് ഈ പറയുന്ന സൗകര്യമൊന്നുമില്ലല്ലോ. ഈ കാടും മലയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി അതിന് പറ്റുന്ന ഭക്ഷണവും അതിന് പറ്റുന്ന ശീലങ്ങളും ഒക്കെ ആയിട്ടാണ് ഇടുക്കിയിലെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ ജീവിച്ചത്. ഞങ്ങൾ കൊന്നിട്ടുണ്ടെന്നേ, തിന്നിട്ടുണ്ടെന്നേ, ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെന്നേ, ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ, അതിനെയൊക്കെ ഞങ്ങൾ തിന്നിട്ടുണ്ടെന്നേ. ഞങ്ങൾ കപ്പയും തിന്നും, എല്ലും തിന്നും, പോത്തിനെയും തിന്നും, ഞങ്ങളെല്ലാം തിന്നും. അതെ, വന്യജീവി സംരക്ഷണ നിയമം ആ അർത്ഥത്തിൽ മാറ്റി എഴുതാൻ വേണ്ടി സമരവും ചെയ്യും. അല്ല, വന്യജീവി എൻ്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ മാധ്യമങ്ങൾ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ആളുകളോട് ചോദിച്ചു, തെരഞ്ഞെടുപ്പ് ജയിക്കുക മാത്രമല്ല നമുക്ക് പറയാനുള്ളത് ആളുകളെ കേൾപ്പിക്കുക എന്നുള്ളതും ഓരോ മത്സരത്തിൻ്റെയും ഉദ്ദേശങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം നിങ്ങളതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ പറയുന്നത് അരുണല്ല, പൊതുവെ പൊതുബോധം എന്താ, പബ്ലിക് പെർസെപ്ഷൻ എന്താ, വന്യജീവികളെ ആകെ സംരക്ഷിക്കണം, നമ്മളും എതിരല്ല. പക്ഷേ ലോകത്തുണ്ടാകുന്ന ഇതിനെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ സമീപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 72 ബഹുമാന്യ ഇന്ദിരാഗാന്ധി വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ദ വൈൽഡ് ലൈഫാണ്. പിന്നീട് ലോകം അത് മാറി പ്രൊട്ടക്ഷനിൽ നിന്ന് കൺസർവേഷൻ മാനേജ്മെന്റിലേക്ക് വന്നു. ഇപ്പം സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫിലേക്ക് ലോകം എത്തി. ICBBൻ്റെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതാണ്. അത് വെച്ചിട്ട് ഡൗൺ ടു എർത്ത്, സുനിത നാരായണനാണ് അതിൻ്റെ എഡിറ്റർ, ഡൗൺ ടു എർത്ത് എൻ്റെ മുഖപ്രസംഗം വന്നു, കിൽ ടു കൺസേർവ് എന്ന്, കൊല്ലാൻ, സംരക്ഷിക്കാൻ വേണ്ടി. കാർഗിൽ ഓസ്ട്രേലിയയിൽ നിങ്ങൾ കങ്കാരുക്കളെ കൊല്ലുന്നു, നിങ്ങൾ മാനുകളെ കൊല്ലുന്നു, US തന്നെ നിങ്ങൾ വന്യമൃഗങ്ങളെ. എനിക്ക് അതിനകത്തൊക്കെ ഒരു ഞാൻ കഴിഞ്ഞ 2019 മുതൽ 25 ഈ കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉന്നയിക്കുമായിരുന്നൊരു കാര്യമുണ്ട്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിനകത്ത് പ്രൊട്ടക്ഷൻ എന്നുള്ളത് മാറ്റി, പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്, കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന്. പക്ഷേ അതിൻ്റെ താഴേക്ക് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ശാസ്ത്രീയ സമീപനം ചേരുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് പ്രിയാമ്പിൾ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിയാമ്പിൾ അനുസരിച്ചിട്ട് ഉദ്ദേശം നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ സെക്ഷൻ 11 ഒക്കെ അതിനനുസരിച്ചിട്ട് ലോകത്താകമാനം സ്വീകരിക്കുന്ന ശാസ്ത്രീയ സമീപനത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞാനേ. അങ്ങനെ ആരും പറഞ്ഞില്ല എന്നുള്ള ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റിൽ വേണ്ടത്ര രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് താങ്കളുടെ ആരോപണം. വ്യക്തിപരമല്ല, പാർലമെന്റിൽ 543 എംപിമാരുണ്ട്. ഒരു എംപിയും ഇക്കാര്യത്തിൽ കർഷകർക്ക് അനുകൂലമായി അവിടെ അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കൃത്യമായി ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാശയ പരിസര രൂപീകരണത്തിന് ഉതകും തരത്തിൽ ആ വിഷയത്തെ ഞാനൊരു സാങ്കല്പിച്ചു. താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും?
അല്ല, ഞാൻ അതിനകത്ത് ഒന്ന് വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റം വരുത്തിയേ പറ്റൂ. കാരണം അത് ഇടുക്കിയിലെ കൃഷിക്കാരുടെയോ പശ്ചിമഘട്ടത്തിന്റെ മലയോര മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയോ മാത്രമല്ലല്ലോ. ഇത് ഞാൻ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ എം പി ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന എം പിമാരാണ്, മഹാരാഷ്ട്രയിൽ നിന്ന്. കാരണം കേരളത്തിൽ ആളുകളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുന്നത് കർണാടകത്തിലാണ്. അപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള എം പിമാർ, അന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള എം പിമാർ, ഈവൻ നമ്മൾ വലിയ വനമില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ. ഞാൻ സമയക്കുറവുകൊണ്ട് എനിക്കറിയില്ല, അരുൺ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ വിഡോസ് ഉള്ള രാജ്യമാണ് നമ്മുടെ ഇത്. അതായത് സുന്ദർബാൻസിലൊക്കെ അങ്ങനെ നിങ്ങൾ അതൊരു വർഷം 100-110 പേരാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്താകമാനുള്ളൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ഈ വിഷയം ശാസ്ത്രീയമായി പഠിച്ച് അവതരിപ്പിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരു സമരത്തിനും താങ്കൾ തയ്യാറാണ്. സമരത്തിന് തയ്യാറാണ്. സമരം മാത്രമല്ല, അതിനകത്തൊരു ആശയ പരിസര രൂപീകരണത്തിന് ഉതകുന്ന എല്ലാ മാർഗവും നമ്മൾ സ്വീകരിക്കും. അതിനകത്ത് ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് വെറുതെ അല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചത്. നമ്മൾ ഇവിടുന്ന് ചെന്നപ്പോൾ എന്താ ചെയ്തത്? ഞാൻ 2014 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഗുജറാത്ത് മുതൽ ഇവിടെ വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ എം പിമാരെയും കണ്ടു. അവരിതിന്റെ കാര്യം പലർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ശരത് പവാർ, ബഹുമാനായ ശരത് പവാർ, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിച്ചൊരു മീറ്റിംഗിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അതിനകത്ത് അതിനെയാണല്ലോ പാർലമെന്റ് എന്ന് പറയുന്നത്. പ്രസംഗം മാത്രമല്ലോ, ലോബിയിങ് കൂടിയല്ലേ. അതും കൂടി നടത്തിയിട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ട എന്ന് BJP ഗവൺമെന്റ് തീരുമാനിച്ചത്. അതാണ് ജോയ്സ് ജോർജിന് ഇടുക്കിയിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പ് സോഫ്റ്റ് ഒരു പൊറോട്ടയാണ്. അപ്പോൾ ബീച്ചേട്ടന് ഒരു സോഫ്റ്റ് പൊറോട്ട ഇങ്ങനെ എടുത്തല ആ സോഫ്റ്റ്നെസ് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ കിട്ടും അല്ലേ. അപ്പോൾ ജോയ്സ് ജോർജ് നമുക്കൊരു പൊറോട്ട രാവിലെ സമ്മാനമായിട്ട് തന്നു. അപ്പോൾ ജോയ്സ് ജോർജിന് തിരിച്ചൊരു സമ്മാനം നമുക്ക് കൊടുക്കണം അല്ലേ. ജോയ്സ് ജോർജിന് തിരിച്ചൊരു സമ്മാനം കൂടെ ഞങ്ങൾ തരുന്നുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ്. കടല വേണോ മുട്ട വേണോ? ഏത് എനിക്ക് ഞാൻ കഴിച്ചതാണ് ആണല്ലേ. അപ്പോൾ കടലയാവാം. അപ്പം ഇവിടുത്തെ പുലിമുരുകൻ കടയിലെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും കടലയുമാണ് ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇതിന്റെ സോഫ്റ്റ്നെസ് ഇങ്ങനെ അടർന്നടർന്ന് വരും അല്ലേ. ഇത് മലബാറി പൊറോട്ട എന്നാണ് പറയാ. ഈ മലബാറി പൊറോട്ട കഴിച്ച് ശീലിച്ചാൽ പിന്നെ ഇത് കണ്ടാൽ അറിയാതെ നമ്മൾ കഴിച്ചു അഡിക്റ്റ് ആവും. കേരള പൊറോട്ടയ്ക്ക് അഡിക്റ്റ് ആവുന്നു. ശരിക്കും നിങ്ങളെ പൊറോട്ട കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങ് കോമ്പയറിലോട്ട് പോകുന്നെങ്കിൽ സൂപ്പറാ, അടിപൊളി പൊറോട്ട, ഗംഭീരമാണ്. ഇതിന്റെ കൂടെ കടലയും കൂടി ചേർത്ത് പിടിച്ചാണല്ലോ. ബീഫാണ്. രാവിലെ ജോയ്സ് ജോർജിന്റെ ചെലവിൽ നമ്മളൊരു പൊറോട്ട കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇപ്പത്തെ സൗകര്യമൊന്നും ഇല്ലല്ലോ അവരുടെ പണ്ട്. അപ്പൊ ചായക്കടകൾ എന്നൊക്കെ പറയുന്നത് നാട്ടിലെ ഒരു സാംസ്കാരിക കേന്ദ്രം മാത്രമല്ല. രാവിലെ ആളുകൾ ഞങ്ങൾ അതിന് പറഞ്ഞ പറ്റെന്നാണ് പറയാ. എല്ലാ ചായക്കടകളിലും ഒരു പറ്റുബുക്ക് ഉണ്ടാവും. അപ്പൊ പറ്റുബുക്ക് രാവിലെ ഒരു ചായ കുടിക്കും, കുറിച്ചേക്കാൻ പറയും, കുറിക്കും. പിന്നീട് ചിലപ്പോൾ മാസാവസാനമാവും, ചിലപ്പോൾ ഞങ്ങൾ കുരുമുളകും കാപ്പിയൊക്കെ പറിക്കുന്ന വർഷാവസാനമായിരിക്കും കടയിലെ പറ്റ് തീർക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാം, അതുകൊണ്ട് എന്റെ പറ്റി വെച്ചോളാം. സ്ഥാനാർത്ഥിയെ വിജയിച്ചു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറ്റി വീട്ടും. അപ്പൊ ഒരു കാര്യം കൂടി, അപ്പൊ ജോയ്സ് ജോർജിന് തിരിച്ച് സർപ്രൈസ് കൂടെ നമുക്ക് കൊടുക്കാം. എവിടെ നമ്മുടെ സതീഷ് കരിമല ഇവിടെയുണ്ട്. സതീഷ് കരിമല ജോയ്സ് ജോർജിന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? ഇല്ല. എങ്കിൽ ആ പാട്ടൊന്ന് പാടിക്കും. സതീഷെ പാടിക്കും, ഞാൻ കൂടെ ഉണ്ടല്ലോ. കേട്ടോ. ചെങ്കൊടിവാനിലുയർന്നു പറന്നതിലമ്പരവീഥി കവിഞ്ഞൊഴുകാൻ അരിവാൾ ചുണ്ടിക നക്ഷത്രത്തിൽ പ്രിയരെ നമുക്ക് വോട്ടേകാം. ചെങ്കൊടിവാനിലുയർന്നു പറന്നതിലമ്പരവീഥി കവിഞ്ഞൊഴുകാൻ അരിവാൾ ചുണ്ടിക നക്ഷത്രത്തിൽ പ്രിയരെ നമുക്ക് വോട്ടേകാം. കുടിയേറ്റത്തിൻ കഥ പറയുന്നൊരു ജനതയ്ക്കിവിടെ തുടരാനായി, കുടിയേറ്റത്തിൻ കഥ പറയുന്നൊരു ജനതയ്ക്കിവിടെ തുടരാനായി, പിറന്ന നാട്ടിൽ തലചായ്ക്കാനായി ജോയ്സ് ജോർജിനോട്ടേകാം. പിറന്ന മണ്ണിൽ തലചായ്ക്കാനായി ജോയ്സ് ജോർജിനോട്ടേകാം. ചെങ്കൊടിവാനിലുയർന്നു പറന്നതിലമ്പരവീഥി കവിഞ്ഞൊഴുകാൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പ്രിയരെ നമുക്ക് വോട്ടേകാം. അല്ല, ഇതാണ് ഇടുക്കിയുടെ മനസ്സ്. അപ്പൊ ജോയ്സ് ജോർജിന് നമ്മളൊരു ഗിഫ്റ്റും കൂടെ കൊടുത്തു. നല്ല പൊറോട്ട കഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുന്നു. അപ്പൊ ജോയ്സ് ജോർജ് എല്ലാവിധ ആശംസകളും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജോയ്സ് ജോർജ്.